എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. ഇതിനു മുൻപ് പറഞ്ഞത് മോക്ഷത്തിന് കാരണമായ സാധനകളിൽ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. സ്വസ്വരൂപത്തിൻ്റെ അനുസന്ധാനത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പം ഭക്തിയുടെ ഓരോ നിർവചനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നു, സ്വാത്മതത്വാനുസന്ധാനം ഭക്തിരിത്യപരേ ജഗുഹു. സ്വജീവൻ പരമാത്മാവാകുന്നു എന്ന ഉപാസനയാണ് ഭക്തി എന്ന് വേറെ ചിലർ പറയുന്നു. സ്വജീവൻ, അതായത് എൻ്റെ ജീവൻ പരമാത്മാവ് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ സംശയം തോന്നാം. ജീവനും ആത്മാവും എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് സാമ്യം? ആത്മാവ് എവിടെയുണ്ടോ അവിടെ ജീവനുണ്ട്, ജീവൻ എവിടെയുണ്ടോ അവിടെ ആത്മാവുമുണ്ട്. പേര് രണ്ടുമായിട്ട്. അഗ്നിയും പ്രകാശവും പോലെയാണ്. അഗ്നി എവിടെയുണ്ടോ അവിടെ പ്രകാശമുണ്ട്, പ്രകാശം എവിടെയുണ്ടോ അതിൻ്റെ പിന്നിൽ അഗ്നിയുണ്ട്, മറഞ്ഞിരിക്കുകയാണെങ്കിലും. ഇത് രണ്ടുമില്ലാതെ സംഗതി നടക്കില്ല. അഗ്നിയില്ലെങ്കിൽ പ്രകാശവുമില്ല, പ്രകാശമില്ലെങ്കിൽ അഗ്നിയുമില്ല എന്ന് പറഞ്ഞ പോലെ ജീവൻ പ്രകടമാകണമെങ്കിൽ ആത്മാവിൻ്റെ സഹായം വേണം, അതൊരു സംശയവുമില്ല. അപ്പം ആത്മാവ് എവിടെയുണ്ടോ അവിടെയൊക്കെ ജീവനും ഉണ്ട്. അപ്പം ഇവിടെ ഞാൻ എന്ന ജീവൻ, അല്ലെങ്കിൽ ഞാൻ എന്ന ജീവാത്മാവ്, അതുകൊണ്ടാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ജീവനും ആത്മാവും കൂടിയത് കൊണ്ടാണ്. അപ്പം ഞാൻ എന്ന ജീവാത്മാവ് പരമാത്മാവാകുന്നു എന്ന ഉപാസനയാണ് ഭക്തി എന്ന് വേറെ ചിലർ പറയുന്നു. ആ പരമാത്മാവ് തന്നെയാണ് ഞാൻ. അദ്വൈത സിദ്ധാന്തപ്രകാരം അതാണ് ശരി. ജീവൻ്റെ തത്വാനുസന്ധാനം. ഇനി തത്വപരമായിട്ട് എന്താണ്? ഭേദം അനുഭവപ്പെടുമ്പോഴും തൻ്റെ രൂപം പരമാത്മസ്വരൂപമാകുന്നു എന്ന ഭാവനയാണ് ഇവിടെ ഭക്തി എന്ന് പറയുന്നത്. അതായത് ഭേദം അനുഭവപ്പെടുമ്പോഴും ഞാനെന്നും നീ എന്നുമുള്ള ഭേദം, അതായത് ദ്വൈതഭാവം അനുഭവപ്പെടുമ്പോഴും തൻ്റെ യഥാർത്ഥ സ്വരൂപം പരമാത്മാ സ്വരൂപമാകുന്നു എന്ന ഭാവനയാണ്. അദ്വൈതത്തിൻ്റെ കാതലാണത്. ഞാൻ ജീവാത്മാവാണ്, നീയും ജീവാത്മാവ് തന്നെ. ഞാനും നീയും വേറെ വേറെയാണ് ഭൗതിക തലത്തിൽ. അത് ദ്വൈതമാണ്, രണ്ട് എന്ന അവസ്ഥയാണ്. എന്നാൽ അദ്വൈതത്തിൽ ശരീരം രണ്ടാണെങ്കിലും ഞാനും നീയും ഒന്ന് തന്നെ. അപ്പോൾ ഭേദം അനുഭവപ്പെടുമ്പോഴും, ഈ ഭേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനെന്ന് നീ എന്നുള്ള ഭേദം അതുണ്ടാകുമ്പോഴും തൻ്റെ സ്വരൂപം പരമാത്മസ്വരൂപമാകുന്നു എന്ന ഭാവനയാണ് ഇവിടെ ഭക്തി എന്ന് പറയുന്നത്. അതാണ് അദ്വൈതത്തിൻ്റെ കാതൽ. അപ്പോൾ ചിലർക്ക് തോന്നാം ഇതൊരു താത്വികമായിട്ട് മാത്രം നിൽക്കുന്നതല്ലേ എന്ന് തോന്നും. അപ്പോൾ അത് തന്നെ അവിടെ പറയുന്നത് തത്വാനുസന്ധാനം എന്നാണ് പറയുന്നത്. തത്വത്തിൽ അത് ശരിയാണ്. ഭേദബുദ്ധിയോട് കൂടിയതായതിനാൽ ഇത് ഭക്തിയുടെ ശരിയായ നിർവചനമല്ല എന്ന് മറ്റു ചിലർ പറയുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. മറ്റു ചിലർ പറയുന്നു എന്ന് പറഞ്ഞാൽ അദ്വൈതവാദികളാണ് ഇത് പറയുന്നത്, അദ്വൈതക്കാരാണ് പറയുന്നത്. അപ്പോൾ അത് ഭേദബുദ്ധിയോട് കൂടി ആയതിനാൽ ഇത് ഭക്തിയുടെ ശരിയായ നിർവചനമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതും നമുക്ക് അദ്വൈത സിദ്ധാന്തപ്രകാരം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ അദ്വൈത വിശ്വാസിയാണ്. ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റൊന്നുമില്ല. ബ്രഹ്മസത്യം, ജഗത്ത് മിഥ്യ. ഈ കാണുന്ന ജഗത്തൊക്കെ മിഥ്യയാണ്, ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാൻ എന്ന് പറയുന്നത്, അതാ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ നിങ്ങൾ കാണുന്നുണ്ടോ? വീഡിയോ വഴി സംഭാഷണം നടത്തുകയാണെങ്കിലും നിങ്ങൾ ഇത് കാണുന്നവർ, ഈ വീഡിയോ കാണുന്നവർ എന്നെ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളെയും കാണുന്നില്ല. കാരണം എനിക്ക് രൂപമില്ല, ഞാൻ അതേ പരമാത്മാവ് തന്നെയാണ്. എൻ്റെ ശരീരമേ നിങ്ങൾ കാണുന്നുള്ളൂ.
ഇനി നേരിട്ടിട്ടുള്ള വല്ല ക്ലാസ്സും നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണമാണെങ്കിലും നമ്മൾ പരസ്പരം കാണുന്നില്ല, ശരീരങ്ങൾ തമ്മിലേ കാണുന്നുള്ളൂ. ആ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. ഞാൻ എന്നത് നശിക്കുന്നില്ല. ഈ ശരീരം ഒഴിവാക്കി ഞാൻ മറ്റൊരു ശരീരം സ്വീകരിച്ചു പോകുന്നു. അപ്പോൾ ആ അദ്വൈത ചിന്തയോടുകൂടി നോക്കുമ്പോൾ ഇത് ശരിയാണ്. പക്ഷേ മറ്റു ചിലർ പറയുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു, മറ്റു ചിലർ പറയുന്നു എന്ന് പറയുമ്പോൾ ദ്വൈതവാദികൾ ഇത് അംഗീകരിക്കില്ല. ഞാനും നീയും രണ്ടും രണ്ട് തന്നെയാണ്, ഒന്നല്ല എന്ന ഭാവത്തിലാണ് പറയുന്നത്. പിന്നെ പറയുന്നു, ഉക്ത സാധന സമ്പന്നസ്തത്വജിജ്ഞാസുരാത്മനഃ ഉപസീദേത് ഗുരും പ്രാജ്ഞം യസ്മാത് ബന്ധവിമോക്ഷണം. മേൽപ്പറഞ്ഞ സാധനങ്ങൾ തികഞ്ഞ സാധകൻ ആത്മാവിൻ്റെ സ്വസ്വരൂപത്തെ അറിയുന്നതിന് ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ സമീപിക്കണം. അത്തരം ഗുരുവിൽ നിന്ന് തനിക്ക് അജ്ഞാനമോചനം ലഭിക്കും. ഇവിടെ പറയുന്ന ഗുരൂപസത്തി, അതാണ് പറയുന്നത്. ഗുരൂപസത്തിയിൽ പറയുന്നു, മേൽപ്പറഞ്ഞ സാധനങ്ങൾ തികഞ്ഞ സാധകൻ അതായത് വിരക്തിയൊക്കെ ഉള്ള, വൈരാഗ്യവും മുമുക്ഷയും ഒക്കെയുള്ള ഒരു സാധകൻ ആത്മാവിൻ്റെ സ്വസ്വരൂപത്തെ അറിയുന്നതിന്, ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന്, ആത്മാവിന് രൂപമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ജലത്തിൻ്റെ പോലെയാണ്, എടുക്കുന്ന ശരീരത്തിൻ്റെ രൂപം സ്വീകരിക്കും എന്ന് പറഞ്ഞ പോലെ, വൃക്ഷത്തിലാണെങ്കിൽ വൃക്ഷത്തിൻ്റെ ശരീരം സ്വീകരിക്കും, മൃഗങ്ങളിലാണെങ്കിൽ മൃഗങ്ങളുടെ ശരീരം സ്വീകരിക്കും, മനുഷ്യരനാണെങ്കിൽ മനുഷ്യരുടെ ശരീരം സ്വീകരിക്കും. അപ്പം സ്വസ്വരൂപം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സ്വരൂപങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ പ്രപഞ്ചത്തിലെല്ലാം രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. വെള്ളത്തിന് യഥാർത്ഥത്തിൽ ഒരു സ്വരൂപമുണ്ടെന്ന് ചോദിച്ചാൽ, വെള്ളം നമ്മൾ കുടിക്കുന്നു, പക്ഷേ ചായ ഉണ്ടാക്കുന്നു, ജ്യൂസ് ഉണ്ടാക്കുന്നു, കഷായം ഉണ്ടാക്കുന്നു, ഇതിലൊക്കെ ജലം തന്നെയാണ്. അപ്പം ഇതിൽ ഏതാണ് യഥാർത്ഥ ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്തരമുണ്ട്. ഈ ചേരുവകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ലഭിക്കുന്ന അതാണ് ജലം എന്ന് പറയാം. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? സ്വസ്വരൂപം അറിയണമെങ്കിൽ ഇതേപോലെ തന്നെ ഉപാധികളൊക്കെ ഒഴിവാക്കണം. അങ്ങനെ അറിയാൻ പറ്റും. ഒരു മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ മൃഗം എന്ന ഉപാധി ഒഴിവാക്കണം, മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന ഉപാധി ഒഴിവാക്കണം, വൃക്ഷങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വൃക്ഷം എന്ന ഉപാധി ഒഴിവാക്കണം. അങ്ങനെ ഉപാധികളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ളതെന്തോ അതാണ് ആത്മാവ്. അതാണ് സ്വസ്വരൂപം എന്ന് പറയുന്നത്. അതിന് ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ സമീപിക്കണം. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഗുരുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ, നമുക്ക് വ്യാസാദികൾ, ശങ്കരാചാര്യർ മുതലായവർ എഴുതി തന്ന ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗുരുവായിട്ട് അംഗീകരിക്കുകയും ചെയ്യുക. അതാണ് ഗുരുവിനെ ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ബാക്കി അടുത്ത ഭാഗം. നന്ദി, നമസ്കാരം.